ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ജില്ല, ഒന്നാമത്തെ ജില്ല കാസർഗോഡാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ 14 ജില്ലകളിലും ആദ്യത്തെ പരിഗണന കൊടുക്കുന്ന ജില്ല കാസർഗോഡായിരിക്കും. ഇത് ഈ ജില്ലയോടുള്ള അവഗണന മനസ്സിലാക്കിയ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള വാക്കാണ്. എൻ്റെ ജില്ലയ്ക്ക് പോലും അല്ല ഒന്നാമത്തെ പരിഗണന, കാസർഗോഡ് ജില്ലയ്ക്ക്. ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ എത്ര ക്രൂരമായിട്ടാണ് അവരോട് ഈ സർക്കാർ പെരുമാറിയത്. ആ അവഗണനയ്ക്ക് പരിഹാരമുണ്ടാക്കും. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത്. 10 വർഷമായി ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ? ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ്, അതിനനുബന്ധമായ ആരോഗ്യ സൗകര്യങ്ങളും, ഒരാൾക്ക് പോലും മംഗലാപുരത്ത് പോയി ചികിത്സ നേടേണ്ടാത്ത കാസർഗോഡ് തന്നെ ചികിത്സ ലഭ്യമാക്കും. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നമ്മുടെ കാലത്ത് വന്നതാണ്. അതിൽ പറയുന്ന ശുപാർശകൾ കാലാനുസൃതമായി നടപ്പാക്കാൻ UDF മുൻപന്തിയിൽ ഉണ്ടാകും. സമയബന്ധിതമായി ഓരോ പദ്ധതിയും സമയം പ്രഖ്യാപിച്ച് നമ്മളിവിടെ പൂർത്തിയാക്കും ഈ ജില്ലയിൽ.